പ്ലസ് 1 ഫിസിക്സ് 14ാമത്തെ ചാപ്റ്റർ ഓസിലേഷൻസ്. ഈ ചാപ്റ്ററാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് 1 ഫിസിക്സ് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് 1 ഫിസിക്സിലെ 14ാമത്തെ ചാപ്റ്ററായ ഓസിലേഷൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നോൺ പീരിയോഡിക് മോഷൻ? ദ മോഷൻ വിച്ച് ഈസ് നോൺ റിപ്പിറ്റേറ്റീവ്. എക്സാമ്പിൾ, rectilinear motion, motion of a projectile. Next question, what is a periodic motion? A motion that repeats itself at regular intervals of time is called a periodic motion. Example, uniform circular motion, orbital motion of planets in the solar system. Next question, what is oscillatory motion? Periodic to and fro motion is called oscillatory motion. Example, motion of a cradle, motion of a swing, motion of the pendulum of the wall clock. ഇവിടെ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ആണ് ഇവിടെ റെഡ് എങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നത്. എവരി ഓസിലേറ്ററി മോഷൻ ഈസ് പീരിയോഡിക്, ബട്ട് എവരി പീരിയോഡിക് മോഷൻ need not be oscillatory. Next question, what is the difference between oscillations and vibrations? When the frequency is small, we call it is oscillation. Example, the oscillation of a branch of a tree. When the frequency is high, we call it vibration. Example, the vibration of a string of musical instrument. Next question, what is period of oscillation? The time period, capital T, is the time required for one complete oscillation or cycle. Its SI unit is second. Next question, what is frequency of oscillation? The frequency of oscillation or oscillatory motion is the number of oscillations per unit time. It is the reciprocal of time period. That is nu equal to 1 by t. The SI unit of frequency of oscillation is hertz, denoted by Hz. Next question, define amplitude of oscillation. The maximum displacement from the mean position is called amplitude of oscillation. Next question, define simple harmonic motion. Simple harmonic motion is the motion executed by a particle subjected to a force which is proportional to the displacement of the particle and is directed towards the mean position. Next question, write a mathematical expression for a simple harmonic motion. Explain the terms. Simple harmonic motion ന്റെ mathematical expression എന്ന് പറയുന്നത് x of t is equal to a cos omega t plus phi എന്നാണ്. x of t എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ്, a എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി, ഒമേഗ ടി പ്ലസ് ഫൈ എന്ന ടൈമിനെ ഫേസ് എന്ന് വിളിക്കാം. ഫൈ എന്ന് പറയുന്നത് ഫേസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് ആംഗിൾ. ഓസിലേറ്ററി മോഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ചെറിയ ടേംസ് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ് എന്നിവയെല്ലാം സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ടേംസിൽ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ സാധിക്കുക എന്ന് പഠിക്കുവാനുണ്ട്. കൃത്യമായി തന്നെ അത് പഠിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ ഈക്വൽ ടു 2 പൈ ബൈ ടി ഓർ ഒമേഗ ഈക്വൽ ടു 2 പൈ ന്യൂ. ഇത് രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ ജനറൽ ആയിട്ട് ആംഗുലാർ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. യൂണിറ്റ് ഓഫ് ഒമേഗ ഈസ് റേഡിയൻ പെർ സെക്കൻഡ്. ആംഗുലാർ ഫ്രീക്വൻസി ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, obtain the expression for velocity in simple harmonic motion. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ
സിമ്പിൾ ഹാർമോണിക് മോഷനിലെ വെലോസിറ്റി, ആക്സിലറേഷൻ അതുപോലെയുള്ള കുറച്ച് ഇക്വേഷൻസ് നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. കൃത്യമായി തന്നെ നമുക്കത് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് ഈ ഡെറിവേഷൻ ഒന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിനെ ടൈം വെച്ച് അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ അത് വെലോസിറ്റി ആയി. Velocity in simple harmonic motion v equal to d by dt of x, that is v equal to d by dt of a cos omega t plus phi. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ v equal to മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് ലഭിക്കുന്നതാണ്. v equal to മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ അതിനെ ഒന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ് ഈ രീതിയിൽ. സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ, or v equal to minus omega square root of a square minus a square cos square omega t plus 5, or v equal to minus omega square root of a square minus x square. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. At mean position x is equal to 0, therefore v equal to omega a. At extreme position v equal to 0. The velocity is minimum at extreme position and the velocity is maximum at mean position. Next question. Obtain the expression for acceleration in simple harmonic motion. Acceleration in simple harmonic motion a equal to dv by dt. A equal to d by dt of minus omega a sin omega t plus 5. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ a equal to minus omega a cos omega t plus 5 into omega. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എ കോസ് ഒമേഗ ടി പ്ലസ് 5. ബട്ട് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ചുരുക്കി എഴുതാം. എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ദ ആക്സലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ദി മീൻ പൊസിഷൻ. അറ്റ് മീൻ പൊസിഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 or എ ഈക്വൽ ടു 0. The magnitude of acceleration in simple harmonic motion is minimum at mean position, and at extreme position x is equal to a, or acceleration a equal to minus omega square a. The magnitude of acceleration is maximum at extreme positions. ഇപ്പോൾ പറഞ്ഞ രണ്ട് പോയിന്റുകളും അതുപോലെ തന്നെ വെലോസിറ്റിയുടെ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ അവസാനം കണ്ട രണ്ട് പോയിന്റുകളും ഒക്കെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഫോഴ്സിന്റെ ജനറൽ ഇക്വേഷൻ എഫ് ഈക്വൽ ടു എം എ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്കറിയാം. ഓർ എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. എഫ് ഈക്വൽ ടു മൈനസ് എം ഒമേഗ സ്ക്വയർ എക്സ്, ഓർ എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഒമേഗ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം ആണ്, അല്ലെങ്കിൽ കെ എന്ന് പറയുന്നത് എം ഒമേഗ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് എഴുതാവുന്നതാണ്. The force in simple harmonic motion is proportional to the displacement and its direction is opposite to the direction of the displacement. Therefore, it is a restoring force. Next question. Derive the expression for kinetic energy in simple harmonic motion. K equal to half mv square. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. or v എന്ന് പറയുന്നത് മൈനസ് ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ കെ ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് ലഭിക്കുന്നതാണ്. അറ്റ് മെയിൻ പൊസിഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0, ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കെ ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് നമുക്ക് ലഭിക്കും. കൈനറ്റിക് എനർജി ഇസ് മാക്സിമം അറ്റ് മെയിൻ പൊസിഷൻ. At extreme position x is equal to a or k equal to 0. That is kinetic energy is minimum at extreme positions. Next question. Obtain the expression for potential energy in simple harmonic motion. U equal to half k x square. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അവിടെ k എന്ന് പറയുന്നത് m ഒമേഗ സ്ക്വയർ ആണ്. നമുക്കത് ചേർത്താൽ ഇക്വേഷൻ ഒന്ന് വിപുലീകരിച്ച് എഴുതാം. U equal to half m omega square x square. At mean position x is equal to 0, displacement 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി is minimum at mean position. At extreme position
ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ് അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു എ ആണ്. ദെൻ യു ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം അറ്റ് എക്സ്ട്രീം പൊസിഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ ക്വസ്റ്റ്യൻസ് പലപ്പോഴായി ചോദിച്ചിട്ടുള്ളതാണ്. ടോട്ടൽ എനർജിയും അതിൻ്റെ ഗ്രാഫിൻ്റെ പാറ്റേണും വരയ്ക്കാനായിട്ട് നമുക്ക് നോക്കാം. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഇ ഈക്വൽ ടു യു പ്ലസ് കെ. ഇ ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇത് ഒന്ന് വിപുലീകരിച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ട ടൈമുകളെല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഇ ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ simple harmonic oscillator is a constant or independent of time. Next question, draw the variation of potential energy, kinetic energy and the total energy with the time t for a linear harmonic oscillator. ഒരുപാട് തവണയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഇവയുടെ വേരിയേഷൻ എങ്ങനെയാണെന്ന് കാണിക്കുക. ടോട്ടൽ എനർജി അടയാളപ്പെടുത്തുകയും ചെയ്യുക. കൃത്യമായി തന്നെ നമ്മൾ ഗ്രാഫ് പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് പൊസിഷൻ ദ കൈനറ്റിക് എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ബിക്കംസ് ഈക്വൽ ടു ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. നമുക്ക് നോക്കാം. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഇക്വേഷൻ എഴുതി നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്താൽ മതിയാവും. കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ബാക്കിയുള്ള ടൈം ക്യാൻസൽ ആയി പോയി. ഇതിൽ നമുക്ക് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 ഓർ എക്സ് ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ √2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് എക്സാമ്പിൾസ് ഓഫ് സിസ്റ്റംസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമുക്ക് 2 എക്സാമ്പിളുകളാണ് പഠിക്കാനുള്ളത് സിമ്പിൾ ഹാർമോണിക് മോഷനുമായി ബന്ധപ്പെട്ട്. ഓസിലേഷൻസ് ഡ്യൂ ടു എ സ്പ്രിംഗ്, അതുപോലെ തന്നെ ഓസിലേഷൻസ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും എടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഏതാണ് എന്ന്, ഒരുപാട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏതാണ് എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഈ 2 ക്വസ്റ്റ്യനും നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓഫ് എ സ്പ്രിംഗ്, ദാറ്റ് ഈസ് കെ ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി ബൈ എക്സ്. ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി സ്പ്രിംഗ് ഈസ് കോൾഡ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. എ സ്റ്റിഫ് സ്പ്രിംഗ് ഹാസ് ലാർജ് കെ ആൻഡ് എ സോഫ്റ്റ് സ്പ്രിംഗ് ഹാസ് സ്മോൾ കെ. കൃത്യമായി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻസ് ഓഫ് എ സ്പ്രിംഗ്. ഈ പിക്ചർ കൃത്യമായിട്ട് നമ്മൾ വരയ്ക്കണം. ഒരു സ്പ്രിംഗ് ഒരു മെറ്റാലിക് ബ്ലോക്കുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മെയിൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതിയിരിക്കുന്നതാണ്. ആംപ്ലിറ്റ്യൂഡ് -a + a, അതായത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഈക്വൽ ടു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയതുകൊണ്ട് -kx എന്ന് എഴുതാം. കെയുടെ വാല്യൂ m ഒമേഗ സ്ക്വയർ ആണ്. അതിൽ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു k ബൈ m ആണ്. ഒമേഗ ഈക്വൽ ടു √k/m ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ടൈം പീരീഡിന്റെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. t is equal to 2π by omega, then 2π divided by square root of k/m നമുക്ക് എഴുതാം. then t is equal to നമുക്കൊന്നുകൂടി എടുത്തെഴുതാം 2π into square root of m by k. ഇതാണ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സ്പ്രിംഗ് ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. കൃത്യമായി തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ തന്നെയാണ്. ഇത് ഉപയോഗിച്ചിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഇതിലേക്കായി സിമ്പിൾ പെൻഡുലത്തിന്റെ പിക്ചർ കൃത്യമായി തന്നെ വരയ്ക്കുക. ലെങ്ത്, ടെൻഷൻ, തീറ്റ എന്നിവ അടയാളപ്പെടുത്തി നമ്മൾ അതിൻ്റെ പിക്ചർ വരയ്ക്കുക. അപ്പോൾ ഇവിടെ തന്നെ എം ജി എന്ന് പറയുന്ന വെയിറ്റിനെ റിസോൾവ് ചെയ്ത് അതിൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ആക്കി മാറ്റിയിട്ടുണ്ട്. ആ കാര്യം കൃത്യമായി തന്നെ എഴുതുക. അപ്പോൾ ഇവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ടോ ഈക്വൽ ടു -L mg sin തീറ്റയാണ്. ഫോർ റൊട്ടേഷൻ മോഷൻ വി ഹാവ് ടോ ഈക്വൽ ടു I ആൽഫ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, നമുക്ക് കമ്പയർ ചെയ്യാം. I ആൽഫ ഈക്വൽ ടു -L mg sin തീറ്റ or alpha equal to -mgl divided by I into theta. Since theta is very small, theta വളരെ സ്മോൾ ആയിരിക്കുമ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റയാണ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷനെ
നമുക്ക് എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന രീതിയിൽ എഴുതാം. കമ്പയറിംഗ് ഇക്വേഷൻ നമ്പർ 3 and 4, അതായത് ഇവിടെ രണ്ട് കിട്ടിയിരിക്കുന്നത് ആക്സിലറേഷൻ ആണ്. അപ്പോൾ നമുക്കതിനെ ഇക്വേറ്റ് ചെയ്യാം. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എം ജി എൽ ഡിവൈഡ് ബൈ ഐ, ഓർ ഐ ഈക്വൽ ടു എം എൽ സ്ക്വയർ. നമുക്ക് ഇക്വേഷൻ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എം ജി എൽ ഡിവൈഡ് ബൈ എം എൽ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ബൈ എൽ എന്ന് ലഭിക്കുന്നതാണ്. then omega equal to square root of g by l. then time period in the equation t equal to 2 pi divided by omega, that is equal to 2 pi divided by square root of g by l, or t equal to 2 pi root of l by g. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് 2 pi root of l by g. അപ്പോൾ സ്പ്രിങ് അതുപോലെ തന്നെ സിമ്പിൾ പെൻഡുലം ഇവ രണ്ടും സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എക്സാമ്പിളുകളായിട്ട് നമുക്ക് എപ്പോഴും ഇതിൻ്റെ ഡെറിവേഷൻ, ടൈം പീരീഡിൻ്റെ ഡെറിവേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. കൃത്യമായി തന്നെ നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗേൾ സ്വിംഗിങ് ഓൺ എ സ്വിംഗ് in sitting position with the time period t. What will happen to the period of oscillation when she stands up? Time period equation t is equal to 2 pi root of l by g ആണ്. When she stands up, the length of the pendulum decreases and hence the period of oscillation decreases. Next question, what is a seconds pendulum? Seconds pendulum എന്ന് പറഞ്ഞാൽ എന്താണ്? A simple pendulum of time period t equal to 2 seconds is called a seconds pendulum. ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലത്തിനെ വിളിക്കുന്ന പേരാണ്, സിമ്പിൾ പെൻഡുലത്തിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ്സ് പെൻഡുലം എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡാംഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? പീരിയോഡിക് ഓസിലേഷൻസ് ഓഫ് ഗ്രാജുവലി ഡിക്രീസിംഗ് ആംപ്ലിറ്റ്യൂഡ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സസ് are called damped simple harmonic motion. Next question, draw the displacement pattern as a function of time in simple harmonic oscillations. ഒരു ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് കൃത്യമായി തന്നെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് വരച്ചത് കാണിക്കാൻ കഴിയണം. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഗ്രാഫ് നമുക്ക് ലഭിക്കുന്നത്. Next question, write the differential equation for damped simple harmonic motion. The total force F equal to minus kx minus bv, or ma equal to minus kx minus b into e, or m d square x divided by dt square plus b dx by dt plus kx equal to 0. ഇതാണ് ഡാംഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ. കൃത്യമായി അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് damped oscillator. Omega equal to square root of k by m minus b square divided by 4m square. Next question, what are free oscillations? If an oscillator is displaced and released, it begins to oscillate with its natural frequency omega. Such oscillations in the absence of an external force are called free oscillations. Example, a person swinging in a swing without anyone pushing it. A simple pendulum displaced and released. Next question, what are forced oscillations? If a periodic force is applied to a free oscillator to sustain its oscillations, it will oscillate with the frequency of the driving force, that is omega d. Such oscillations are called forced or driven oscillations. Example, while swinging in a swing, if you apply a push periodically by pressing your feet against the ground, you can maintain the oscillations and can increase amplitude. Next question, what is resonance? The phenomenon of increase in amplitude when the driving frequency is equal to the natural frequency of the oscillator is called a resonance. At resonance, omega equal to driving frequency omega d. Draw the variation of amplitude of a forced oscillator with angular frequency at resonance. റെസൊണൻസിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡും ആംഗുലാർ ഫ്രീക്വൻസിയും ഉള്ള ഗ്രാഫ് നമുക്കിതിങ്ങനെ വരയ്ക്കാവുന്നതാണ്. കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം.
ഇതിൽ ഏറ്റവും പീക്ക് എന്ന് പറയുന്നത് അതാണ് റെസൊണൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഒമേഗ ഈക്വൽ ടു ഒമേഗ ഡി. അതായത് ഡ്രൈവിംഗ് ഫ്രീക്വൻസി നാച്ചുറൽ ഫ്രീക്വൻസി ഒരുമിച്ച് ഒരുപോലെയാകുന്ന ആ ഒരു കണ്ടീഷൻ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മാക്സിമത്തിലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ഡെയിലി ലൈഫ് ഫിനോമിന വിച്ച് ഇൻവോൾവ് റെസൊണൻസ്. You can swing to greater heights if the rhythm of pushing against the ground is equal to the natural frequency of the swing. At Tacoma Narrow Bridge at Washington, USA, winds produced a pulsating resultant force in resonance with the natural frequency of the structure. This caused a steady increase in the amplitude of oscillations until the bridge collapsed. The marching soldiers break steps while crossing a bridge to avoid resonance condition. Aircraft designers make sure that none of the natural frequencies at which a wing can oscillate match the frequency of the engines in flight. In an earthquake, short and tall structures remain unaffected while the medium height structures fall down. This happens because the natural frequency of the short structures happen to be higher and those of taller structures lower than the frequency of the seismic waves. പ്ലസ് 1 ഫിസിക്സിലെ 14ാമത്തെ ചാപ്റ്ററായ ഓസിലേഷൻസ്. ഈ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ റിവിഷൻ ചെയ്തത്. ഈ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് സിമ്പിൾ ഹാർമോണിക് മോഷൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ സാധിക്കുക, അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ, വെലോസിറ്റിയുടെ ഇക്വേഷൻ, ആക്സിലറേഷൻ, ഫോഴ്സ് എന്നീ ഇക്വേഷൻസ് എല്ലാം കൃത്യമായി തന്നെ ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ എക്സാമ്പിളുകൾ. അതായത് സ്പ്രിങ്, അതുപോലെ സിമ്പിൾ പെൻഡുലം. ഇതിൻ്റെ രണ്ടിൻ്റെയും ടൈം പീരീഡ് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള കാര്യം. അതുപോലെ തന്നെ റെസൊണൻസ്, അതുപോലെ ഓസിലേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ടൈംസ് ആയ ഫ്രീ ഓസിലേഷൻസ്, ഫോഴ്സ്ഡ് ഓസിലേഷൻ ഓർ ഡ്രിവൺ ഓസിലേഷൻസ്, ഇവ എന്തൊക്കെയാണ്, അതുപോലെ റെസൊണൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ തവണ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ടൈം പീരീഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസും പ്രതീക്ഷിക്കാവുന്നതാണ്. കൃത്യമായി തന്നെ പഠിക്കാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ കൂടിയാണ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്ററിൻ്റെ റിവിഷൻ വീഡിയോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാവുന്നതാണ്. ഫിസിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭ്യമാകുവാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി നമുക്ക് കാണാം. അതുവരെ നമസ്കാരം.